ഹൈപ്പർടെൻഷൻ യാതൊരു ലക്ഷണങ്ങളുമില്ലാതെ നമ്മളെ കീഴ്പ്പെടുത്തുന്ന ഈ നിശബ്ദനായ കൊലയാളിയെക്കുറിച്ചാണ് നാം ഇന്ന് ഡീകോഡ് ചെയ്യുന്നത്. നമുക്ക് തുടങ്ങാം. ഇതിനെ നിശബ്ദനായ കൊലയാളിയെന്ന് വിളിക്കാനൊരു കാരണമുണ്ട്. ഗുരുതരമായ കേടുപാടുകളുണ്ടാകുന്നതുവരെ ഇത് യാതൊരു ലക്ഷണങ്ങളും കാണിക്കില്ല. ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ പ്രകാരം നിങ്ങളുടെ ബ്ലഡ് പ്രഷർ 140/90 മുകളിലാണെങ്കിൽ തീർച്ചയായും അത് അപകടകരമായ അവസ്ഥയാണ്. സയൻസ് മാറ്റിവെക്കാം, ഇതൊരു പമ്പും കുറച്ചു പൈപ്പുകളുമാണെന്ന് കരുതുക. ഈ സിമ്പിൾ ഫോർമുല മനസ്സിലാക്കിയാൽ ബിപിയുടെ പ്രവർത്തനം വളരെ വ്യക്തമാകും. നമ്മുടെ ഹൃദയമാണ് പമ്പ്, രക്തക്കുഴലുകളാണ് പൈപ്പുകൾ. പമ്പ് ചെയ്യുന്ന ഫോഴ്സും പൈപ്പിലെ തടസ്സങ്ങളും കൂടിയാണ് നിങ്ങളുടെ പ്രഷർ തീരുമാനിക്കുന്നത്. പൈപ്പുകൾ ഇടുങ്ങിയതും കട്ടിയുള്ളതുമായാൽ എന്ത് സംഭവിക്കും? ബ്ലഡ് പമ്പ് ചെയ്യാൻ നമ്മുടെ ഹൃദയത്തിന് കൂടുതൽ കഷ്ടപ്പെടേണ്ടി വരുമല്ലേ? സ്ട്രെസ് കൂടുമ്പോൾ ശരീരത്തിൽ നോറെപ്പിനെഫ്രിൻ ഉണ്ടാവുകയും അത് ഹൃദയമിടിപ്പ് കൂട്ടി രക്തക്കുഴലുകളെ ശക്തമായി ചുരുക്കുകയും ചെയ്യുന്നു. അതാണ് വില്ലൻ. സ്ട്രെസ് മാത്രമല്ല, നമ്മുടെ കിഡ്നികൾ പോലും ഈ RAS സിസ്റ്റം വഴി അബദ്ധത്തിൽ BP കൂട്ടാൻ കാരണമാകാറുണ്ട്. ഉപ്പ് അഥവാ സോഡിയം കൂടുമ്പോൾ ശരീരത്തിൽ വെള്ളം കെട്ടിക്കിടക്കും. പോരാത്തതിന് നൈട്രിക് ഓക്സൈഡിന് കുറവ് കൂടിയാകുമ്പോൾ രക്തക്കുഴലുകൾ ഭയങ്കരമായി കിടക്കും. കുടുംബ പശ്ചാത്തലം മുതൽ അമിതഭാരം, പുകവലി, വ്യായാമമില്ലായ്മ വരെ ഒത്തുചേരുമ്പോൾ ഇതൊരു വലിയ ദുരന്തമായി മാറും. ശ്രദ്ധിക്കുക. എന്നാൽ പേടിക്കേണ്ട, ഇത് ശരിയാക്കാൻ 2 വഴികളുണ്ട്. ഒന്നുകിൽ നമ്മുടെ ജീവിതശൈലി മാറ്റുക, അല്ലെങ്കിൽ കൃത്യമായ മെഡിക്കൽ ചികിത്സ തേടുക. ഇപ്പൊ കുറഞ്ഞ ഡയറ്റ്, ദിവസവും വെറും 30 മിനിറ്റ് വ്യായാമം, പിന്നെ കുറച്ച് യോഗയും വലിയ മാറ്റങ്ങൾ ഉറപ്പാണ്. ഇനി മരുന്നുകളുടെ കാര്യമെടുക്കാം. ഡയോറിറ്റിക്സ് മുതൽ ബീറ്റ ബ്ലോക്കറുകൾ വരെ ശരീരത്തിലെ പ്ലംബിംഗ് സിസ്റ്റം ശരിയാക്കാൻ കൃത്യമായി സഹായിക്കും. ഈ നമ്പറുകളൊന്ന് നോക്കൂ. 180/120. ഇത് ഭയങ്കര അപകടമാണ്. നമ്മുടെ ആന്തരിക അവയവങ്ങളെ തകരാറിലാക്കുന്ന ഒരു മെഡിക്കൽ എമർജൻസി. ഈ പരിധി കടന്നാൽ ഉടൻ തന്നെ ICU ഇടപെടലും IV മരുന്നുകളും നിർബന്ധമാണ്. സമയം ഒട്ടും കളയാനില്ല. ഇവിടെ നഴ്സുമാരുടെ റോള് വളരെ വലുതാണ്. പൾസും BPയും നിരന്തരം നിരീക്ഷിക്കണം. ഒപ്പം തലകറങ്ങാൻ പോലുള്ള ലക്ഷണങ്ങൾ ചോദിച്ചറിയണം. രോഗിക്ക് ശാന്തമായ അന്തരീക്ഷം നൽകുക, കൃത്യസമയത്ത് മരുന്നുകൾ നൽകുക, പിന്നെ 2 കൈകളിലും BP പരിശോധിക്കുക എന്നിവയെല്ലാം പ്രധാനമാണ്. ഇതിൽ നിന്നും രക്ഷ നേടാൻ രോഗികൾക്കുള്ള വിദ്യാഭ്യാസം അത്യാവശ്യമാണ്. മരുന്നുകൾ മുടക്കാതിരിക്കുക, പിന്നെ വീട്ടിൽ വെച്ച് തന്നെ സ്ഥിരമായി BP ചെക്ക് ചെയ്യുക. BP പെട്ടെന്ന് നിയന്ത്രിച്ചില്ലെങ്കിൽ സ്ട്രോക്ക്, ഹൃദയാഘാതം, എന്തിന് കാഴ്ച നഷ്ടപ്പെടാൻ വരെ അത് കാരണമായേക്കാം. വളരെ സീരിയസ് ആണ് കാര്യങ്ങൾ. അപ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങളുടെ ചെറിയ ശീലങ്ങൾ നിങ്ങളുടെ ഹൃദയത്തെ ഒരു പ്രഷർ കുക്കറാക്കി മാറ്റുകയാണോ? ജാഗ്രത വേണം.